ചില ചിന്തകളെ നമ്മൾ മറികടക്കേണ്ടി വരും. മ്യൂസിക് ധാരാളം കേൾക്കാനുള്ള അവസരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. എത്രത്തോളം മ്യൂസിക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ടോ അത്രത്തോളം ഖുർആൻ നമ്മുടെ ഖൽബിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. ലാ യജ്മഉ ഫീഹി മിസ്മാറുൻ വ ഖുർആൻ. ഖുർആനും വാദ്യവും ഒരുപോലെ ഹൃദയത്തിൽ യോജിച്ചു വരികയില്ല, ഒരുമിച്ച് നിൽക്കുകയില്ലെന്ന് മഹാന്മാർ പറയാറുണ്ട്. മ്യൂസിക്കിനോട് അഡിക്ഷൻ ഉണ്ട്. ഇന്നത്തെ മ്യൂസിക് എന്താണ്? DJ നമ്മുടെ ബസ്സിലൊക്കെ, എന്റെ സുഹൃത്ത് ഷാഫി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ യാത്ര പോകുമ്പോൾ വണ്ടിയിലേക്ക് ഭയങ്കരമായ മുട്ട്. ഞാൻ ചോദിച്ചു, എന്താ ഈ മുട്ട്, എവിടുന്നാ? അവൻ നേരെ മുമ്പിലൊരു ബസ്സുണ്ട്, ആ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ചാടി കളിക്കുക. ആ സൗണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് മൂടിപ്പോകുന്ന വണ്ടിന്റെ ഉള്ളിലേക്ക് വരെ ഭയങ്കരമായ സൗണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉള്ളിലത്തെ സൗണ്ട്? എന്താ ഈ DJ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ? എന്താണ് ഈ റാപ്പ് മ്യൂസിക്കുകൾ, റോക്ക് മ്യൂസിക്കുകളൊക്കെ? ശരിക്കും മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന പാട്ടുകളല്ലേ? നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെയുള്ള മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ? നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു മൈക്കിന് മുമ്പില് അരമണിക്കൂർ, ഇപ്പൊ നല്ല മൈക്ക് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ നോമ്പറ്റം പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തളർന്ന് തല കറങ്ങി വീണുപോകും. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ പോയി കിടക്കേണ്ടതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഉറങ്ങിപ്പോകും. ഇങ്ങനെ ഒരു മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ DJ മ്യൂസിക്കുകൾക്ക് എങ്ങനെയാ? 1 മണിക്കൂർ 2 മണിക്കൂർ ചങ്ക് കീറി നടന്ന് മൈക്കും പിറിച്ച് ഓടി ചാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സ്റ്റേജും ചാടി ഇവിടെ കയറി അങ്ങോട്ട് ചാടി ഹൈ പിച്ചിൽ ഇത് ഓടണമെങ്കിൽ സാധാരണ പത്തിരിയും ചോറും വെച്ചാൽ അതുകൊണ്ട് പറ്റൂല. അതിന് വേറെ ചില സാധനങ്ങൾ വേണ്ടി വരും. നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലൂമിനാറ്റി എന്നൊക്കെ പാടുന്നത്? എന്ത് ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇല്ലൂമിനാറ്റി എന്നിട്ട് പാടുക, കുട്ടികൾ ഇങ്ങനെ പാടുക ഇല്ലൂമിനാറ്റി. അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു. ഇല്ലൂമിനാറ്റി പിശാച്ചിനെ പൂജിക്കുക, പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലൂമിനാറ്റികൾ എന്ന് പറയാ. അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ്. സയനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ്. അതാണ് ഇപ്പൊ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ശൈത്താൻ വരണേ, ശൈത്താൻ വരണേ എന്നല്ലേ ഈ പറയണത്? നമ്മുടെ മക്കൾക്കറിയൂ എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറിത്തുടങ്ങി, അതിന്റെ ആശയങ്ങൾ. ചിലര് പറയാ ഭ്രാന്തായാൽ എന്ത് സുഖം, ഭ്രാന്തായോക്കണം അറിയണമെങ്കിൽ. സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖന്ന് ഈ പറയുന്നവൻ അടിച്ചിട്ട് പറയുന്നതാണ്, എനിക്കറിയില്ല. സക്കറാത്തുൽ മൗത്ത്, ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് യാ ആയിഷ. ആയിഷ, സക്കറാത്തുൽ മൗത്തിന് വേദനയുണ്ട് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മുസ്ലിമിന് പാടാൻ പറ്റുമതൊക്കെ? സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖം. ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തഖീങ്ങൾക്ക്, നിന്റെ അംബിയാഇന്, നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ. സക്കറാത്തിന്റെ ബുദ്ധിമുട്ട്, സക്കറാത്ത് പ്രയാസമാണ്. പക്ഷെ നമ്മുടെ പാട്ടുകളുടെ വരികൾ, ഞാനിപ്പോ ഈ അടുത്തിറങ്ങുന്ന ചില പാട്ടുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം.